പ്രവാസലോകത്തെ വാർത്തകൾ. യുഎഇയിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാനയാത്ര വൻ പ്രതിസന്ധിയിൽ. ഉയർന്ന ടിക്കറ്റ് നിരക്കുകളും വിമാന സർവീസുകളുടെ എണ്ണക്കുറവും കാരണം യാത്രക്കാർ കടുത്ത ബുദ്ധിമുട്ട് നേരിടുന്നു. പ്രത്യേകിച്ച് സ്കൂൾ അവധിക്കാലം മുൻനിർത്തി മാസങ്ങൾക്ക് മുൻപ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാറുള്ള കുടുംബങ്ങൾക്കാണ് ഈ സാഹചര്യത്തിൽ കൂടുതൽ തിരിച്ചടിയുണ്ടായിരിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന പതിവിപ്പോൾ ഫലപ്രദമല്ലാതായി മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ തുടരുന്ന സംഘർഷമാണ് പ്രധാനമായും ഈ പ്രതിസന്ധിക്ക് കാരണം. ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ വൻതോതിൽ കുറച്ചതോടെ ലഭ്യമായ സീറ്റുകൾ പരിമിതമായി. അതിനാൽ അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും നാട്ടിലെത്താൻ കഴിയാത്ത സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. നാട്ടിലെത്തിയാലും തിരികെ വരാനാകുമോ എന്ന ആശങ്കയും യാത്രക്കാരെ അലട്ടുന്നു. ഉയർന്ന ടിക്കറ്റ് നിരക്കുകൾ കാരണം പലരും യാത്ര ഒഴിവാക്കിയതോടെ സാമൂഹികവും രാഷ്ട്രീയവുമായ രംഗങ്ങളിലും പ്രതിഫലനം ഉണ്ടായി. വിഷുവിനു മുന്നോടിയായി നാട്ടിലെത്തുന്ന പ്രവാസികൾക്കും ഈ വർഷം യാത്ര സാധിക്കാത്ത സാഹചര്യമുണ്ടായി. ആഗോളതലത്തിൽ ഇന്ധനവില ഉയർന്നതും യാത്രാനിരക്കുകൾ വർദ്ധിക്കാൻ കാരണമായി. ടിക്കറ്റ് വിതരണത്തിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നുവെന്ന് ട്രാവൽ ഏജൻസികൾ പറയുന്നു. മുൻപ് ഒരു ദിവസം പല വിമാന ഓപ്ഷനുകൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ വളരെ കുറച്ച് സർവീസുകൾ മാത്രമാണ് ലഭ്യമാകുന്നത്. എയർലൈൻ ഷെഡ്യൂളുകളും വൈകിയാണ് പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യുഎഇയിൽ നഴ്സറികൾ ഈ ആഴ്ച മുതൽ ഘട്ടം ഘട്ടമായി തുറക്കും. സ്കൂളുകളിലും നഴ്സറികളിലും നേരിട്ടുള്ള പഠനത്തിലേക്ക് ക്രമേണ മടങ്ങിവരുന്നതിനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് യുഎഇ. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളെ തുടർന്ന് നേരിട്ടുള്ള പഠനത്തിൽ നിന്നും ഓൺലൈൻ പഠനത്തിലേക്ക് ചുവടുമാറിയ വിദ്യാഭ്യാസ മേഖലയിൽ വീണ്ടും സ്കൂളുകളും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറക്കുന്നതിനെ സംബന്ധിച്ച് യുഎഇ ആലോചിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിട്ടുള്ള പഠനത്തിലേക്ക് ക്രമേണ മടങ്ങിവരാൻ തയ്യാറാണെന്ന് വിദ്യാഭ്യാസ, മാനവ വിഭവശേഷി, കമ്മ്യൂണിറ്റി വികസന കൗൺസിൽ പ്രഖ്യാപിച്ചു. ഈ ആഴ്ച മുതൽ നഴ്സറികൾ ഘട്ടം ഘട്ടമായി വീണ്ടും തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മെയ് 1 വരെ ഓൺലൈൻ പഠനം നീട്ടിയതായുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ ദിവസം യുഎഇ നിഷേധിച്ചിരുന്നു. സർക്കാർ കെട്ടിടങ്ങളിലും വാണിജ്യ സമുച്ചയങ്ങളിലും പ്രവർത്തിക്കുന്ന നഴ്സറികൾക്ക് മുൻഗണന നൽകും. അതേസമയം അംഗീകൃത നിയന്ത്രണങ്ങൾക്ക് കീഴിൽ മറ്റ് നഴ്സറികൾക്ക് വീടിനെ അടിസ്ഥാനമാക്കി ഹോം ബേസ്ഡ് ചൈൽഡ് കെയർ നൽകുന്നത് തുടരാൻ അനുവദിക്കും. സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിച്ചാണോ അതോ ഓൺലൈൻ പഠന രീതിയിലാണോ ക്ലാസുകൾ നടത്തുക എന്ന കാര്യത്തെക്കുറിച്ച് 2026 ഏപ്രിൽ 15 ബുധനാഴ്ച വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും പ്രസക്തമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഔദ്യോഗിക ചാനലുകൾ വഴി പ്രഖ്യാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഘട്ടം ഘട്ടമായി സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്ഥാപനങ്ങളുടെ തയ്യാറെടുപ്പ് വിലയിരുത്തുന്നതിന് മന്ത്രാലയങ്ങളും പ്രാദേശിക വിദ്യാഭ്യാസ അധികാരികളും ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തും. സുരക്ഷാ മാനദണ്ഡങ്ങളും പ്രവർത്തനപരമായ നടപടികളും ഉറപ്പാക്കുന്നതിനാണ് പരിശോധനകൾ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ നിന്ന് ഗ്രീൻ കാർഡ് അപേക്ഷകരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ. ഇത് ഇന്ത്യക്കാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ ആശങ്കയിലാക്കുന്ന റിപ്പോർട്ടാണ് നിലവിൽ വന്നിരിക്കുന്നത്. തൊഴിലധിഷ്ഠിത ഗ്രീൻ കാർഡ് വിഭാഗങ്ങളിൽ കാര്യമായ മാറ്റങ്ങളില്ലാത്തത് കാത്തിരിപ്പ് നീളാൻ കാരണമാകും. അതോടൊപ്പം ഗ്രീൻ കാർഡ് നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. നിലവിൽ 2022 മെയ് 1 ഇന്ത്യക്കാർക്കുള്ള EB-5 ഫൈനൽ ആക്ഷൻ തീയതി. എന്നാൽ അപേക്ഷകരുടെ എണ്ണം പരിധി കടന്നാൽ ഈ തീയതി ഇനിയും പിന്നോട്ടു പോകാൻ സാധ്യതയുണ്ട്. ഗ്രീൻ കാർഡ് പ്രതീക്ഷിച്ച് നിരവധി ഇന്ത്യക്കാരാണ് യുഎസിൽ ജോലിയിൽ തുടരുന്നത്. യുഎസ് ഗവൺമെന്റ് ഗ്രീൻ കാർഡ് വിസ നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഇന്ത്യയിൽ നിന്നുള്ള IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ തിരിച്ചടിയായിരിക്കും സംഭവിക്കുക. ഗ്രീൻ കാർഡ് ഡിമാൻഡ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വരും മാസങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും യുഎസ് വിദേശകാര്യ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.